ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം വന്ന ഈ മതങ്ങളാണ്. മതങ്ങൾ പറഞ്ഞാൽ മനുഷ്യനുണ്ടാക്കിയതാണ് പുരോഹിതന്മാർക്ക് കാശിട്ടാൻ വേണ്ടി. ദൈവം ആവശ്യമുണ്ട്, പക്ഷെ മതത്തിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ മതത്തിൻ്റെ മോറൽ വാല്യൂസ് കീപ്പ് ചെയ്യണം. അതാരും കീപ്പ് ചെയ്യുന്നില്ല. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി എടുത്ത് കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയിലെ ഏറ്റവും വലിയ മോറൽ വാല്യൂ പറയുന്നത് ബൈബിൾ പറയുന്നത് ഫോർഗീവ്നെസ് ആണ്, ക്ഷമിക്കുകയാണ്. പക്ഷെ ഒരു ക്രിസ്ത്യാനി അത് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ഫാമിലിയിലാണെങ്കിൽ എവിടെയാണെങ്കിൽ. അപ്പോൾ ദൈവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ രവിചന്ദ്രൻ മൈത്രേനെല്ലാം ലോജിക്കും സയൻസും വെച്ചാൽ ദൈവമില്ലെന്ന് പറയുന്നത്. പക്ഷേ ലോജിക്കിനും സയൻസിനും ബിയോണ്ടായിട്ട് പല കാര്യങ്ങളുണ്ട്. മെറ്റാഫിസിക്സ്, ട്രാൻസ്ജെൻഡറൽ, ആ ഫേസിൽ ദൈവം ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അതാണ് അഗ്നോസ്റ്റിസം. ഞാൻ തന്നെ കോഞ്ചിയ ടേമാണ് ട്രാൻസ്ജെൻഡറൽ അഗ്നോസ്റ്റിസം. ട്രാൻസ്ജെൻഡറൽ അഗ്നോസ്റ്റിസം പറയുമ്പോൾ ആൾക്കാർ പറയും ട്രാൻസ്ജെൻഡറാന്ന് പറയും. ട്രാൻസ്ജെൻഡർ അല്ല, ട്രാൻസ്ജെൻഡറൽ പറയും. ഇപ്പോൾ ഒരുപാട് പേര് എത്തീസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ലൊരു ട്രെൻഡല്ല. ദൈവം ആവശ്യമുണ്ടെന്ന് പറയാൻ കാരണം ഇപ്പോൾ പൊട്ടനെ ചട്ടൻ ചതിക്കും, ചട്ടനെ ദൈവം ചതിക്കും പോലെ, അല്ലെങ്കിൽ പിന്നെ നല്ല മനുഷ്യർ മണ്ടന്മാരെയും മാറും. അങ്ങനെ ഒരു ഇത് വേണം. പിന്നെ ഗോഡിനെ പലരും പല രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നു. ഇപ്പോൾ ഐൻസ്റ്റൈനെ പോലെ ആൾക്കാരുള്ള ഒരു എനർജി ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. എനർജി ഇസ് നെയ്തർ ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്, ആ രീതിയിലേക്ക് പറയണം. പക്ഷെ അവിടെ ഒരു ഫിലോസഫി ചോദ്യം ചോദിക്കാം. എനർജി ഇസ് നെയ്തർ ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ് എന്ന് പറയുമ്പോഴും ഇത് എവിടെ ഉണ്ടായാലും ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. ഇതേപോലെയാണ് മൈത്രേയും പറയുന്നത്, പ്രപഞ്ചമുള്ളതാണ്. പുള്ളിയോട് ചോദിക്കാൻ പാടില്ല. ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ഒന്നെങ്കിൽ ഇറങ്ങിപ്പോവും, അല്ലെങ്കിൽ വാക്കുവാദം ഉണ്ടാക്കും. പ്രപഞ്ചം ഉള്ളാന്ന് പറയുമ്പോൾ ഉള്ള പ്രപഞ്ചം എവിടെ ഉണ്ടായെന്ന് ചോദിക്കാൻ പറ്റും. പിന്നെ പുള്ളിക്ക് മൊറാലിറ്റിയെ കുറിച്ച് പറയുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പുള്ളി പറയുന്ന ശാരീരിക ബന്ധം ഇല്ലാതെ പ്രണയം ഉണ്ടാവില്ല, ശാരീരിക ബന്ധം ഇല്ലാതെ പ്രണയം ഉണ്ടാവും. പ്ലാറ്റോണിക് ലവ് എന്നതാണ്. പിന്നെ പുള്ളി പറയുന്നത് അങ്ങനെ സെക്സ്വാലിറ്റി റിലേറ്റഡ് ഒരുപാട് കാര്യം പുള്ളി പറയുന്നുണ്ട്. അതൊന്നും പ്രാക്ടിക്കലായ കാര്യങ്ങളല്ല. പിന്നെ സെക്സ്വാലിറ്റി കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ റിലീജിയൻസാണ് അത് മോശമാക്കി മാറ്റിയിരിക്കുന്നത്. ഈ ഹിന്ദുസത്തിൽ കുഴപ്പമില്ല. ഹിന്ദുസ് അവർ കുറച്ച് സ്പിരിച്വലായിട്ട് കാണണം. എൻ്റെ അഭിപ്രായത്തിൽ സെക്സ്വൽ പ്രോസസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്ലഷറും വേണ്ട, പെയിനും വേണ്ട. പിള്ളേരുണ്ടായാലും മാത്രം പ്രോസസ് ആണെങ്കിൽ ഇത്തരം പ്രശ്നം ഉണ്ടാവില്ലേ. പിന്നെ സെക്സ് എന്ന് പറയുമ്പോൾ അതിൽ ലവും ഉണ്ട്, ലസ്റ്റും ഉണ്ട്. ഈ ലസ്റ്റ് എന്ന് പറയുന്ന സംഭവം ശരിയായ വികാരമല്ല. ഇപ്പം നമ്മളൊരു ഇമോഷണലി കണ്ടിട്ട് നമ്മളുടെ ലൈഫ് പാർട്ട്ണറോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടായിട്ട് ചെയ്യുമ്പോൾ മോർ ലവ് ആയിരിക്കും. പക്ഷെ ഒരു വൺ നൈറ്റ് സ്റ്റാൻഡ് അങ്ങനെ പോകുമ്പോൾ കൂടുതലുള്ളത് ലസ്റ്റായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രപ്പോസിങ് മാറിക്കൊണ്ടിരിക്കും. ഇതിനെ ഇത്രയും മോശമാക്കി സമൂഹത്തിൽ എത്തി. അതുകൊണ്ട് കുഴപ്പം പറഞ്ഞാൽ ഈ 2K കേസിന് കുഴപ്പമില്ല. 2005 പിള്ളേർ അവർക്ക് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആയതുകൊണ്ട് അവർ സെക്സ്വലി ഫ്രസ്ട്രേറ്റർ അല്ല. പക്ഷേ 80s 90s പിള്ളേരെല്ലാം സെക്സ്വലി ഫ്രസ്ട്രേറ്ററാണ്. കാരണം ഇത് പാപമാണ്, സിന്നാണ്, ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഇവർ സെക്സ്വലി വളരെ ഫ്രസ്ട്രേറ്ററാണ്. അപ്പോൾ അത് മതങ്ങളുടെ കുഴപ്പമാണ്. മതങ്ങളാണ് സെക്സ്വാലിറ്റി അതുകൊണ്ട് സംസാരിക്കാൻ പോലും പാടില്ല, ഫാമിലിയിൽ പറയാൻ പാടില്ല, ടാബു ആണ് അത്. ഇപ്പോൾ ആഷിക് കപൂർ പറഞ്ഞ പോലെ 10-20 പേര് ഇടിച്ചു വീഴ്ത്തി കുഴപ്പമില്ല, ഒരു ഉമ്മ കൊടുത്തതിന് ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ അത് വ്യത്യാസമുണ്ട്. ബാഡ് ടച്ചും ഗുഡ് ടച്ചും വ്യത്യാസമുണ്ട്. ബാഡ് ടച്ച് ലസ്റ്റോടെയും ഗുഡ് ടച്ച് ലവോടെയാണ്. പിന്നെ നാളെ ഷിംജിത ദീപകേശി വന്നപ്പോഴും അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിന് ഇത്ര മോശം കണക്കാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ലസ്റ്റ് നല്ല വികാരമല്ല. ലവോട് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിക്കുന്നത്.